ഹലോ ആൾ വെൽക്കം ടു എക്സാം ബൈ ട്രഷർ ഹണ്ട്. അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ചോദ്യം വളരെ സിമ്പിൾ ആണ്, പക്ഷേ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. When did Intuitive Surgical Company developed the robotic surgery system which was named after a famous personality from the 15th century? It was because his study of human anatomy had eventually led to the design of the first non-robot in history. Who is this person? ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽ എന്ന കമ്പനി ഡാഷിൽ വികസിപ്പിച്ച ഈ റോബോട്ടിക് സർജറി സിസ്റ്റം അറിയപ്പെടുന്നത് 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത വ്യക്തിയുടെ പേരിലാണ്. ഇദ്ദേഹത്തിന്റെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ചരിത്രത്തിലെ ആദ്യത്തെ റോബോട്ട് നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്ന് കരുതപ്പെടുന്നു. ആരാണ് അദ്ദേഹം? രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഈ സിസ്റ്റത്തിന് പേര് ലഭിച്ചത് ഒരാളുടെ പേരിലാണ്. ആ ആളെ പേരെന്താണ്, അദ്ദേഹം ആരാണ് എന്നുള്ളതാണ്. ആൻഡ് എന്നാണ് ഇത് കണ്ടുപിടിച്ചത്? രണ്ട് ചോദ്യങ്ങളുണ്ട്. സോ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം എല്ലാ ചോദ്യങ്ങളുടെയും, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യന് താഴെ ഉള്ള രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, രണ്ട് സബ് ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 5 ചോദ്യങ്ങളുടെയും സബ് ക്വസ്റ്റ്യൻസ് അടക്കം ടോട്ടൽ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൊടുക്കുക. ആൻഡ് ട്രഷർ എന്താണ് ആക്ച്വലി നമ്മുടെ നിധി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചോദ്യത്തിലൊക്കെ ചില ചോദ്യങ്ങളിൽ വർഷങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എന്നാണ് ഈ കണ്ടുപിടുത്തം ഉണ്ടായത്, എന്നാണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ സംഭവം നടന്നത് എന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചില ചോദ്യത്തിൽ ആറ്റോമിക് നമ്പർ എത്ര എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ നമ്പേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്ത് ഏതാണ് ആ ഫൈനൽ നിങ്ങൾക്ക് കിട്ടുന്ന സം, അതാണ് ആക്ച്വലി നമ്മുടെ ട്രഷർ. സോ ആ ഒരു കറക്റ്റ് ഡിജിറ്റ് ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ട്രഷർ ഹണ്ട് മത്സരം. പക്ഷേ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും സബ് ക്വസ്റ്റ്യൻസ് അടക്കം ശരിയായാൽ മാത്രമേ നിങ്ങളെ വിന്നറായി തിരഞ്ഞെടുക്കുള്ളൂ. ശരിയായ വിന്നർക്ക് 1000 രൂപ സമ്മാനം ഉണ്ടായിരിക്കും. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 5 ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യങ്ങളുടെയും സബ് ക്വസ്റ്റ്യൻസ് അടക്കം ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസിന്റെയും കറക്റ്റ് ആൻസേഴ്സ് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻഡ് ഓരോ ചോദ്യങ്ങളുടെയും കൂട്ടത്തിൽ ഓരോ കണ്ടുപിടുത്തം കണ്ടെത്തിയ വർഷം, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൽ ആറ്റോമിക് നമ്പർ എത്ര, ഇങ്ങനെ നമ്പേഴ്സ് ഉള്ള ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ നമ്പേഴ്സ് ഉള്ള ആൻസേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ആ സം എത്രയാണോ അതാണ് ആക്ച്വലി യഥാർത്ഥ നിധി എന്ന് പറയുന്നത്. സോ ആഡ് ചെയ്തിട്ട് ആ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക, താഴെയുള്ള ലിങ്കിൽ ഫില്ല് ചെയ്യുക. സോ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയാം. നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും സ്കൂളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. വിജയിയെ കാത്തിരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.